നാളെ നടക്കുന്ന ആഗോള ഭക്തസംഗമത്തിൽ 3500ഓളം ഭക്തരുടെ പ്രതിനിധികൾ വരുന്നുണ്ട്. SNDPയുടെയും NSSന്റെയും അടക്കമുള്ള സമുദായ സംഘടനയുടെ പ്രതിനിധികളുണ്ട്. ആലങ്കോട് സംഘവും ഒക്കെ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. സ്ഥിരമായിട്ട് അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഭക്തരുടെ ഒരു പ്രതിനിധി സംഘമാണ് നാളെ ഈ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനായിട്ട് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ആഗോള സംഗമത്തിൽ നിങ്ങൾ കൂടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഒരു ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിൽ ഒരു വികസന പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുക? RV ബാബു. ഡോക്ടർ അരുൺ, ഞങ്ങളൊരു ബദൽ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. ഞങ്ങൾ നടത്തുന്നത് ശബരിമല സംരക്ഷണ സംഗമമാണ്. ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അത്തരം അനവധി സംഭവങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകൾ ഇതിനു മുൻപും കോടതി വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ നടന്ന അഴിമതി, അതിനകത്ത് കണക്കില്ല, ഗുരുതരമായ ക്രമക്കേടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറയുന്നു മുഴുവൻ അക്കൗണ്ടും ഇനി ഡിജിറ്റലൈസ് ചെയ്യണം എന്ന്. ഹൈക്കോടതി ഇങ്ങനെ കണ്ണ് തുറന്ന് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി നിന്നില്ലെങ്കിൽ ഈ എന്താ പറയുക, കണ്ണടച്ചാൽ കംപ്ലീറ്റും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ ഞങ്ങൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം അത് അങ്ങേയറ്റം പ്രസക്തമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ശബരിമല അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ശരിക്കും പറഞ്ഞാൽ അത് തുടക്കത്തിലെ പുത്തരിയിൽ കല്ലുകടിച്ച പോലെയാണ്. അതിൻ്റെ പ്രോഗ്രാം നോട്ടീസിൽ അവർ പറഞ്ഞിരിക്കുന്ന 1-2 ആളുകളുണ്ട്. അതിൽ പല സംഘടനകളുടെ ആൾക്കാരുണ്ട്. അതിലവർ പറഞ്ഞു മലയേറിയ സഭയുടെ ആൾ പങ്കെടുക്കുമെന്ന്. അവരിന്ന് പബ്ലിക്കായിട്ട് പ്രസ്താവന ഇറക്കി ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല, ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുകയാണ്. മലയേറിയ സഭ നേതാക്കന്മാർ ഉന്നയിച്ച ആവശ്യങ്ങൾ നാളിതുവരെ പരിഗണിക്കാത്തൊരു സർക്കാരിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവർ പബ്ലിക്കായിട്ട് ഇന്ന് ഒഫീഷ്യൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നു, ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുന്നതായിട്ട്. രണ്ടാമത് അവർ മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ട്. അയ്യപ്പൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരത്തിൻ്റെ സെക്രട്ടറി സുരേഷ് പങ്കെടുക്കുന്നു. പന്തളം കൊട്ടാരം ഔദ്യോഗികമായിട്ട് പറഞ്ഞു, അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന്. അപ്പോൾ അതും മാത്രമല്ല, ഇവിടെ നേരത്തെ അരുൺ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ ഔദ്യോഗികമായി ക്ഷണിച്ചു. തെലുങ്കാനയിൽ നിന്ന് മന്ത്രിമാർ വരും എന്ന് വിചാരിച്ചു, ആന്ധ്രയിൽ നിന്ന് വരും, കർണാടകയിൽ നിന്ന് വരും. ഇപ്പോൾ അവസാനം എവിടെ എത്തി നിൽക്കുന്നു? തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ കാര്യം അത് പൊളിഞ്ഞുപോയി, തുടക്കത്തിലേ പൊളിഞ്ഞുപോയി എന്നാണ് വസ്തുത. കുറെ പൊളിയുമ്പോൾ ഹിന്ദു ഭക്തർക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഒരു സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ശബരിമലയുടെ വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യലല്ലേ ആവശ്യം? എൻ്റെ അരുൺ, നമുക്ക് ഈ വസ്തു എന്താണ് നടക്കുന്നത് എന്ന് അറിയുമ്പോൾ ഈ ഇല്ലാത്ത വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതിനോട് സഹകരിക്കാൻ പറ്റൂ. ഈ സർക്കാരിന് എന്ത് ഉദ്ദേശശുദ്ധിയാണുള്ളതെന്നേ? അവിടെ മാസ്റ്റർ പ്ലാനും ഇല്ലേ? ആ മാസ്റ്റർ പ്ലാൻ എക്കോസ്മാർട്ട് തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ കാലങ്ങളായിട്ട് അവിടെ ഇല്ലേ? ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടുള്ള പദ്ധതികൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ചതിൻ്റെ സ്ഥിതി എന്താണ്? അതിനെ സംബന്ധിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ ഈ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടുണ്ടോ? എത്ര രൂപ സർക്കാരുകൾ നൽകി? കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപ നൽകി? സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപ നൽകി? അതിൽ വികസന ഈ ശബരിമല മാസ്റ്റർ പ്ലാനിന് എത്ര രൂപ ചെലവഴിച്ചു? ആർക്കറിയാം ഇതിനെക്കുറിച്ച്? അങ്ങടക്കമുള്ളവർ നാളെ ആ പരിപാടി പങ്കെടുക്കുന്നില്ല. ഇത് നിങ്ങൾ എല്ലാവരും കൂടി ഈ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ശബരിമലയ്ക്ക് എന്താ പ്രയോജനം ഉണ്ടാവുക? നിങ്ങൾ നാളെ അവിടെ പോയി ഇതേ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇതിൻ്റെ വികസന പരിപാടികളിൽ നിങ്ങൾ നിങ്ങളുടെ സംഭാവനകൾ നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഈ ശബരിമലയിലെ വലിയ തിരക്ക് നമുക്ക് ഒഴിവാക്കാനും ആ തിരക്ക് ഒഴിവാക്കി ഭക്തജനങ്ങൾക്ക് അനായാസമായ ദർശനം നടത്താനും ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള 3 ഘട്ടമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനും ഒക്കെ കഴിയൂ. അതിന് നമ്മൾ പങ്കെടുക്കാതെ മാറി നിന്ന് മറ്റൊരു സംഗമം നടത്തുന്നത് കൊണ്ട് ശബരിമലയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുമെന്നാണ് എൻ്റെ ചോദ്യം.
ശബരിമലയ്ക്ക് ഇവരുടെ അയ്യപ്പ സംഗമം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനോട് സഹകരിക്കാത്തത്. ഇത് എത്രയോ വട്ടം ഞാൻ പറയുന്നത് there is an മാസ്റ്റർ പ്ലാൻ. അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ്? അപ്പൊ ഇതൊരു ഗിമ്മിക്, പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. ഇത് ആർ വി ബാബു നാളെ അവിടെ പറയാമല്ലോ, ആ എക്കോ സ്മാർട്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് 2007 വന്നു. 2009 ആ എക്കോ സ്മാർട്ടിന്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അത് പിന്നീട് നടപ്പാക്കാൻ പറ്റാത്തതിന്റെ പിഴവുകൾ, അതിന് നമുക്ക് മറികടന്നാൽ പോരെ? എന്തിനാണ് പുതിയൊരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമുക്ക് അവിടെ പോയി ചോദിച്ചൂടെ? അതിനുള്ളൊരു അവസരമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആർ വി ബാബു? അരുൺ, ഞങ്ങൾ ഈ ചോദ്യം എത്രയോ കാലമായി ചോദിക്കുന്നു, അതിനൊരു മറുപടി കിട്ടിയിട്ടില്ലല്ലോ. ഇനി അവിടെ പോയി ചോദിച്ചിട്ട് ഞങ്ങളെ പോലീസ് കേസിൽ പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലടക്കാനോ? ഓക്കെ, ശരി. അങ്ങനെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടിയിട്ട് വന്നു ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ എന്നൊരു കേസ് എടുക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട്. കാരണം നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതാണ് ആ പോയിന്റ്. ശരി, ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരാം. Debate with Dr. Arun Kumar.